കുറച്ചു കടകളും മറ്റുമുള്ള ചെറിയൊരു ഗ്രാമമാണ് വസിഷ്ഠ്. കമ്പിളിപ്പുതപ്പുകളും വസ്ത്രങ്ങളും ഉൾപ്പെടെ സഞ്ചാരികളെ ലക്ഷ്യമിട്ടുള്ള ഷോപ്പിംഗ് കേന്ദ്രങ്ങളാണ് ഇവിടെയുള്ള കടകളിലേറെയും. സഞ്ചാരികളെ ആകർഷിക്കുന്ന 3 ക്ഷേത്രങ്ങളാണ് വസിഷ്ഠിലുള്ളത്. അതിലാദ്യത്തേതാണ് ശിവമന്ദിർ. വസിഷ്ഠ് മന്ദിർ എന്ന പേരിൽ അറിയപ്പെടുന്നു പ്രധാന ക്ഷേത്രം. മരം കൊണ്ടുള്ള കവാടം കടന്നു വേണം അകത്ത് കടക്കാൻ. ഉള്ളിൽ പതിവുള്ള ക്ഷേത്ര സാഹചര്യങ്ങളൊന്നും ഇവിടെ കാണാനാവില്ല. സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പമുള്ള ശ്രീരാമ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൽ. ഹിമാലയത്തിൽ പലയിടത്തുമുള്ളതുപോലെ ഇവിടെയും ചുടുനീരുറവ കാണാനാകും. ഐതിഹ്യമനുസരിച്ച് രാമസോദരനായ ലക്ഷ്മണനാണ് ഈ ചൂടുനീരുറവ സൃഷ്ടിച്ചത്. ചൂടുനീരുറവയിൽ നിന്നുള്ള വെള്ളം ചെറിയൊരു ടാങ്കിൽ ശേഖരിച്ച് കുളിക്കാനായി വിതരണം ചെയ്യുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ കുളിക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ്. മൂന്നാമത്തെ ക്ഷേത്രമാണ് രാം മന്ദിർ. കരിങ്കല്ലിൽ തീർത്ത പഴയൊരു ക്ഷേത്രം പുതുക്കി പണിതതാണ് ഇപ്പോഴത്തെ രൂപം. ദേവദാരു മരങ്ങളുടെ തടിയും പലകകളും ഉപയോഗിച്ചാണ് ക്ഷേത്രം പുനർനിർമ്മിച്ചിരിക്കുന്നത്. നിറയെ കൊത്തുപണികൾ ഉള്ളതാണ് കരിങ്കല്ലിൽ തീർത്ത ക്ഷേത്രരൂപം. ക്ഷേത്രത്തിനു മുകളിൽ മഞ്ഞുവീഴ്ച തടയാനായി പ്രത്യേക മേൽക്കൂരയും പണിതിട്ടുണ്ട്. മണാലിയിലുമുണ്ട് പുതിയതും പഴയതുമായ നഗരപ്രദേശങ്ങൾ. പ്രധാന നഗരത്തിൽ നിന്ന് 3 കിലോമീറ്റർ മാറിയാണ് ഓൾഡ് മണാലി സ്ഥിതി ചെയ്യുന്നത്. ഗസ്റ്റ് ഹൌസുകളും ക്ഷേത്രങ്ങളും മൊനാസ്ട്രികളും കോട്ടകളും മറ്റുമായി സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് ഓൾഡ് മണാലി. ജിപ്സികളുടെ താവളമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. ഓൾഡ് മണാലിയിലെ താമസത്തിന് ചെലവ് വളരെ കുറവായതിനാൽ ചെലവ് ചുരുക്കി നാട് കാണാൻ എത്തുന്നവരുടെ താവളമാണ് ഇവിടം. അത്തരക്കാർക്ക് വേണ്ടിയുള്ള ചെലവ് കുറഞ്ഞ ഭക്ഷണശാലകളും താമസ കേന്ദ്രങ്ങളും മറ്റുമാണ് ഇവിടെയുള്ളത്. വിദേശികളെയാണ് ഇവിടെ കൂടുതലായും കാണാൻ കഴിയുക. അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഓൾഡ് മണാലിയുടെ അതിജീവനം. മണാലിയിലെ പ്രധാന മാർക്കറ്റിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരമുണ്ട് മനു ക്ഷേത്രത്തിലേക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഓൾഡ് മണാലിയിലെ പ്രശസ്തമായ ഒരു സ്ഥലത്താണ്. മന്നു ടെമ്പിൾ എന്നാണ് ഇത് പറയുന്നത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച കൂടിയാണ്. ബിയാസ് നദിക്കരയിലാണ് മനു ക്ഷേത്രം. സ്രഷ്ടാവായ മനുവിന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരേ ഒരു ക്ഷേത്രമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുരാണ കഥാപാത്രമായ മനുവിന്റെ പേരിൽ നിന്നാണ് ഈ പ്രദേശത്തിന് മണാലി എന്ന പേര് വന്നതെന്നാണ് വിശ്വാസം.
ആ വിശ്വാസത്തിന് ബലം നൽകുന്ന ക്ഷേത്രമാണിത്.